Hi friends, welcome back to Minu's Taste of Home. ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പച്ചടി തയ്യാറാക്കാം. അതിനായിട്ട് നമുക്കൊരു മീഡിയം സൈസ് ഒരു ബീട്രൂട്ട് വേണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ ബീട്രൂട്ടാണ്, അതുകൊണ്ട് പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി ഇത് നന്നായിട്ട് പീൽ ചെയ്ത് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒന്നുകിൽ സ്ലൈസ് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിരുന്നാലും മതി. ഇപ്പോൾ ബീട്രൂട്ട് എല്ലാം സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സോസ് പാനിലേക്ക് പകർത്താം. ബീട്രൂട്ട് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ബീട്രൂട്ട് കംപ്ലീറ്റ്ലി കുക്കായി ചേർത്തിരിക്കുന്ന വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ബീട്രൂട്ട് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. മറ്റ് ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. 3/4 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ കടുക്, 2 അല്ലി വെളുത്തുള്ളി, 1 പച്ചമുളക്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കാം. 1 കപ്പോളം കട്ടത്തൈര് എടുത്തിട്ടുണ്ട്. താളിക്കുന്നതിനായിട്ട് 1 ടീസ്പൂണോളം കടുക്, 2-3 വറ്റൽമുളക്, 1 തണ്ട് കറിവേപ്പില. അരച്ചെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട്, കൂടാതെ വെളിച്ചെണ്ണ, ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് പച്ചടി തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനി തേങ്ങാക്കൂട്ട് അരച്ചെടുക്കാം. അതിനായിട്ട് മിക്സറിൻ്റെ ജാറിലേക്ക് വേവിച്ചിട്ടുള്ള ബീട്രൂട്ട് ചേർക്കാം. ഇവിടെ ഞാൻ ബീട്രൂട്ട് വളരെ ഫൈനായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഫൈനായിട്ട് അരച്ചെടുക്കേണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങാക്കൂട്ട് അരച്ചെടുത്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ബീട്രൂട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് 1 പച്ചമുളക്, 2 വെളുത്തുള്ളി, എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാ ചിരകിയത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ കടുക് ചേർക്കണ്ട. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത്. ഒത്തിരി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ബീട്രൂട്ട് കിച്ചടിയുടെ ആ ഒരു കൺസിസ്റ്റൻസി ഒത്തിരി ലൂസായിട്ട് വരും. അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1/4 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. കടുക് ഒത്തിരി അരഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് പൊട്ടി വന്നാൽ മതിയാകും. ഇനി തേങ്ങാക്കൂട്ട് ഈ സെയിം സോസ് പാനിലേക്ക് തന്നെ പകർത്താം. ചേർത്തിരിക്കുന്ന തേങ്ങാക്കൂട്ടിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം. ഇത് തിളയ്ക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതിയാകും. ബീട്രൂട്ട് വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തില്ലായിരുന്നു. ഈ ടൈമിൽ നമുക്ക് ഉപ്പ് ചേർക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കാം. ഒട്ടും തന്നെ തിളയ്ക്കാൻ പാടില്ല. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി ചേർത്തിരിക്കുന്ന തേങ്ങാക്കൂട്ടിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു ഇളം ചൂടാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ ഒരു ടൈമിൽ എടുത്തു വെച്ചിരിക്കുന്ന കട്ടത്തൈര് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. 3/4 കപ്പ് മുതൽ 1 കപ്പ് തൈര് വരെ ചേർക്കാം. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള തൈരാണ്. അപ്പോൾ ചേർക്കുന്ന ആ ഒരു തൈരിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് പച്ചടിയുടെ കൺസിസ്റ്റൻസി ഒന്നുകൂടെ ഒന്ന് ലൂസാവും. അപ്പോൾ കഴിവതും നല്ല കട്ടത്തൈര് തന്നെ ഇതിനായിട്ട് യൂസ് ചെയ്യണം. ഇപ്പോൾ ബീട്രൂട്ടിൻ്റെ ആ ഒരു മിക്സ് എല്ലാം ഒരു ഇളം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉടച്ചെടുത്തിട്ടുള്ള തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ചൂടാക്കേണ്ട ആവശ്യമില്ല, നമ്മളൊരു ഇളം ചൂടോടുകൂടിയാണ് ചേർത്തിരിക്കുന്നത്. എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് പകർത്താം. താളിക്കുന്നതിനായിട്ട് മറ്റൊരു പാനിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 3-4 വറ്റൽമുളക് ചേർക്കാം.
ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബീറ്റ്റൂട്ട് പച്ചടിയിലേക്ക് താളിക്കാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ ബീറ്റ്റൂട്ട് പച്ചടി ഇവിടെ റെഡിയായി. പച്ചടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ വളരെ തിക്കായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും അറിയിക്കുക. ഇതിനു മുമ്പ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ള സദ്യ റെസിപ്പീസിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.